ടെൽ അവീവിൽ ഉൾപ്പെടെ കനത്ത നാശമുണ്ടായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ ആദ്യം കാണാം. അത് കഴിഞ്ഞ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ദിവിഷ് മണി ചേരും. ദിവിഷ് മണി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിവിഷ്, ഇറാന്റെ ഭാഗത്തു നിന്ന് കനത്ത പ്രത്യാക്രമണമാണ്, കനത്ത തിരിച്ചടിയാണ് വരുന്നത്. ഏതൊക്കെ ഇസ്രായേൽ നഗരങ്ങളിലാണ് ഇപ്പോൾ ഇറാന്റെ മിസൈലുകൾ വന്ന് പതിച്ചിട്ടുള്ളത്? ആര്യ, അമേരിക്ക ഈ യുദ്ധത്തിൽ പ്രത്യക്ഷമായി ഇടപെട്ടതോടുകൂടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ആദ്യമേ മുന്നറിയിപ്പ് വന്നിരുന്നു. അമേരിക്കയ്ക്ക് താങ്ങാനാകാത്ത വിധത്തിലുള്ള പ്രത്യാക്രമണം അല്ലെങ്കിൽ തിരിച്ചടി തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ്. അതിന് പിന്നാലെയാണ് അമേരിക്കയുടെ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ വൻ നാശം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ വിതച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ മുന്നറിയിപ്പ്. അതിനുശേഷം തുടർച്ചയായി ഇസ്രായേലിൽ അപായ മുന്നറിയിപ്പ് നൽകുന്നത് കണ്ടു. പിന്നീട് ടെൽ അവീവിലും ഹൈഫയിലും അടക്കം ബോംബുകൾ വന്ന് പതിച്ചു. പക്ഷേ ജനങ്ങളെയൊക്കെ പരമാവധി സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ബങ്കറുകളിലേക്കൊക്കെ മാറ്റുകയും ചെയ്തുകൊണ്ട് ആൾനാശത്തെക്കുറിച്ചുള്ള വിവരങ്ങളില്ല. പക്ഷേ ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞിട്ടുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വരുന്ന സൂചന. അതേസമയം ഇറാന്റെ ഭാഗത്തുനിന്ന് വരുന്ന അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ജനതയെ തന്നെ വഞ്ചിച്ചിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ നേരിട്ടിടപെട്ടുകൊണ്ട്. ഇസ്രായേലിന്റെ മാനിപ്പുലേഷന് അമേരിക്ക വശംവദരായിപ്പോയി, അല്ലെങ്കിൽ ട്രംപ് ആ കെണിയിൽ വീണുപോയി എന്നതാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ഒപ്പം അമേരിക്കൻ നടപടിയെ രൂക്ഷഭാഷയിൽ വിമർശിച്ചുകൊണ്ട് റഷ്യയും സ്പെയിനും അടക്കമുള്ള രാജ്യങ്ങൾ വന്നിട്ടുണ്ട്. റഷ്യ പറഞ്ഞത് വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്ന ഇടപെടലാണ് അമേരിക്ക നടത്തിയതെന്ന് റഷ്യ പറയുന്നു. ഒപ്പം സ്പെയിനും സമാന നിലയിൽ, അതായത് ഒരു യൂറോപ്യൻ രാജ്യം കൂടി അമേരിക്കയ്ക്കെതിരെ രംഗത്ത് വരുന്നുവെന്ന് ശ്രദ്ധേയമായ കാര്യമാണ്. റഷ്യയുടെ മുൻ പ്രസിഡന്റ് മെദ്വദേവ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമായി വരുന്നത്, എത്ര തകർക്കാൻ ശ്രമിച്ചാലും തുടർന്നുള്ള ആണവായുധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇറാനിയൻ ശ്രമങ്ങൾക്ക് മറ്റ് പല രാജ്യങ്ങളുടെയും പിന്തുണ കിട്ടും എന്നത് ഒരു സൂചനയായി തന്നെ കണക്കാക്കണം. അങ്ങനെയുള്ള ഇടപെടൽ കൂടി ഉണ്ടാകുന്നു. പക്ഷേ നിലവിൽ ഇസ്രായേലിൽ കനത്ത നാശം വിതയ്ക്കാൻ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നാണ്. അത് കെട്ടിടങ്ങൾ തകർക്കുന്നതിൽ, ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർന്നടിയുന്നതിൽ വലിയ നാശമുണ്ടാകുന്നു. നിലവിൽ ആണവ റിയാക്ടറുകൾക്ക് ഏറ്റിരിക്കുന്ന, അതിലും ചെറിയ ചില റിപ്പോർട്ടുകൾ വരുന്നത്, ഈ അമേരിക്കൻ ആക്രമണം മുൻകൂട്ടി കണ്ട് അവിടെ നിന്നുള്ള പ്രധാന സാമഗ്രികളൊക്കെ മറ്റൊരു സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു എന്ന ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നിലവിലെ ഫോർദോയിലെയും നതാൻസിലെയും ഒക്കെ ആണവ റിയാക്ടറുകൾ അത് ഏകദേശം പൂർണ്ണമായും തകർന്ന നിലയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. റിയാക്ടറുകൾ തകർന്നുവെങ്കിലും ഇപ്പോൾ സൗദി അറേബ്യയും കുവൈറ്റും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും അറിയിക്കുന്നത് ദിവിഷ്, ആണവ വികിരണ സാധ്യതയുള്ള ഇല്ല, നിലവിൽ ആശങ്ക വേണ്ട എന്നാണ്. അതെ, അത് വലിയ ആശ്വാസമാണ്. ഒരുപക്ഷെ ലോകം തന്നെ ആണവ റിയാക്ടറുകൾ തകർക്കാനുള്ള ഒരു രാജ്യത്തിൻ്റെ നടപടിയെ നമ്മൾ ആശങ്കയോടെ കാണുന്നത് ഏതൊക്കെ വിധത്തിൽ മനുഷ്യവംശത്തിന് തന്നെ അപകടകരമായി തീരുമെന്നാണ്. ആ ആശങ്ക തൽക്കാലമില്ല. അത് സുരക്ഷിതമായ നിലയിൽ എന്ന് തന്നെ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും വളരെ ആശ്വാസത്തോടെ കേൾക്കുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഗൾഫിലെ പല രാജ്യങ്ങളും ചില സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്, ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്കറിയാം, ഏകദേശം 19 കേന്ദ്രങ്ങളായിട്ടാണ് ഇറാന് ചുറ്റും ഗൾഫ് രാജ്യങ്ങളായി അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഒരു പ്രത്യാക്രമണം അമേരിക്കയുടെ ഈ സൈനിക ബേസുകളിലേക്ക് ഉണ്ടായാൽ അത് ഇറാനും മറ്റു രാജ്യങ്ങളും, ഇപ്പോൾ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹസത്തിന് ഒരുപക്ഷെ ഇറാൻ തയ്യാറായിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, ഇറാന് മിസൈലുകൾ അയക്കാമെന്നതിലുപരി ഒരു എയർ സ്ട്രൈക്ക് അല്ലാത്ത നിലയിൽ ഒരു എയർ സ്ട്രൈക്ക് നടത്താനുള്ള ശേഷി ഇറാനുണ്ടോ എന്നത് സംശയകരമാണ്. കാരണം നിലവിൽ തന്നെ ഇറാൻ്റെ ഒരുപാട് യുദ്ധവിമാനങ്ങളെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സെജിലടക്കമുള്ള മിസൈലുകൾ അയച്ചുകൊണ്ട് ഇസ്രായേലിനെ എങ്ങനെയും നാശം വിതയ്ക്കാൻ കഴിയുക എന്നതിനപ്പുറം എയർക്രാഫ്റ്റുകൾ അയച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു സ്ട്രൈക്കിലേക്ക് ഇസ്രായേലിലേക്ക് പോകാൻ ഇറാന് ഇപ്പോൾ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. അതേസമയമാണ് ഇറാനിലെ മുൻ ഭരണാധികാരിയുടെ മകൻ അമേരിക്കയിൽ നാടുകടത്തപ്പെട്ട, അമേരിക്കയിൽ കഴിയുന്ന റസ പെഹ്ലാവി അടക്കമുള്ളവർ അയത്തുള്ള ഖമനേനി അധികാര സ്ഥാനത്ത് നിന്ന് ഒഴിയണം എന്ന ആവശ്യവുമായി മുന്നോട്ട് വരുന്നു. അതായത് ഇറാനിൽ തന്നെ ഈ തർക്കങ്ങൾ അതിരൂക്ഷമായി നിലനിൽക്കുന്നു. അമേരിക്കയുടെ ഇടപെടലിനെ റഷ്യ, സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി എതിർക്കുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉടലെടുക്കുന്ന സമയമാണ്. നിലവിൽ ഇറാൻ പ്രത്യാക്രമണം തുടർന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ അമേരിക്ക കൂടുതൽ ഇടപെടൽ ഇതിനുണ്ടാകും. ഇപ്പോൾ ട്രംപ് പറഞ്ഞ തന്നെ ആയിരിക്കും അറിയാം. ട്രംപ് പറഞ്ഞത്, ഇനിയും കൂടുതൽ സ്ഥലങ്ങളുണ്ട്, ഞങ്ങൾക്കതറിയാം എന്ന് ഇറാനും അറിയാവുന്നത്. അതായത് 3 സ്ഥലങ്ങളെ ഞങ്ങൾ ആക്രമിച്ചിട്ടുള്ളൂ. വേണ്ടി വന്നാൽ പ്രവചനാതീതമായിരിക്കും കാര്യങ്ങൾ എല്ലാം. ഇനി എന്ത് അമേരിക്ക ചെയ്യുമെന്നൊരു സംശയമുണ്ട്. അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടാകുമോ, പശ്ചിമ മേഖലയിലുള്ള സൈനിക താവളങ്ങൾ ആക്രമിക്കുമോ എന്ന ആശങ്കയും ലോകരാജ്യങ്ങൾക്കുണ്ട്. എന്നാലും ആണവ വികിരണ ഭീഷണി ഇല്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്.